guys, don't forget to give a like and subscribe and give a punch to that notification bell. Bye. ട്രിഗ്നോമെട്രിക്കൽ റേഷ്യോസിൻ്റെ പാർട്ട് 5ലേക്ക് വെൽക്കം. ഇവിടുത്തെ ഇതിൽ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഗിവൺ 5 cos A minus 12 sin A equal to 0 എന്നാണ്. ഇവാലുവേറ്റ് sin A plus cos A by 2 cos A minus sin A. അപ്പോൾ ആദ്യം നമുക്ക് 5 cos A minus 12 sin A equal to 0 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 5 cos A is equal to 12 sin A എന്നെടുക്കാം. ഇനി ഈ കോസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ sin A by cos A, 12നെ അപ്പുറത്തും കൊണ്ടുപോവാണെങ്കിൽ ഇങ്ങനെയാവും. sin A by cos A tan A ആണ് ഈക്വൽ ടു 5/12. ഇനി ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ഒരു അക്യൂട്ട് ആംഗിൾ എ ആയിട്ട് എടുത്തു. എന്നിട്ട് അതിനെ ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഇത് 5x-ഉം ഇത് 12x-ഉം ആയിട്ടെടുത്തു. ഇതിൽ നിന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. സോ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. സോ 144x² പ്ലസ് 25x² എന്ന് വരും. അതായത് 13x എന്ന് നമുക്കിവിടെ കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ സൈനയും കോസയും കണ്ടുപിടിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാനയാണ് 5/12 എന്നറിയാവുന്നത്. സോ ഇവിടെ നമ്മൾ ടാനെ ആക്കണമെങ്കിൽ സൈനെ ബൈ കോസെ ചെയ്യണം. സോ ഞാൻ ഇവിടെ ബൈ കോസെ എന്ന് ചെയ്യുവാണെങ്കിൽ ഇതിന് മാത്രം ചെയ്യാൻ പറ്റത്തില്ല, എല്ലാത്തിനും ചെയ്യണം. അതായത് ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ നമ്മൾ ഡിവൈഡഡ് ബൈ ഇപ്പോൾ സൈനയാണ്, സോ കോസെ ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ബൈ കോസ് ചെയ്യണം, എന്നാലേ വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കത്തുള്ളൂ. സോ അപ്പോൾ അത് സൈനെ ബൈ കോസെ പ്ലസ് cos A by cos A divided by 2 cos A by cos A minus sin A by cos A എന്നാവും. ഇതിനകത്തെ cos A by cos A കട്ടായിപ്പോൾ 1 ആവും. sin A by cos A tan A ആണ്. സോ sin A by cos A tan A ആണ്. അപ്പോൾ ഇത് tan A ആണ്. tan A plus 1 by 2 into 1 ആണ് മൈനസ് tan A എന്ന് തന്നെ വരും. വിച്ച് ഇസ് ഈക്വൽ ടു tan A നമുക്ക് 5/12 ആണെന്ന് അറിയാം. 5/12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 5/12 ഇങ്ങനെ ആവും. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ LC എടുക്കുമ്പം 5 + 12 17/12 divided by 12 minus 5 7/12 എന്നാവും. that is equal to 17/12 into 12/7. ഈ 12 രണ്ടും കട്ടായി പോകും. സോറി, ഇവിടെ 19 ആണ്. LC എടുക്കുമ്പോൾ 19/12 വരുന്നത്. സോ ഇവിടെ 19 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 17. ഇവിടെ 12 കട്ടായിപ്പോയി, ബാക്കി 17/19 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 degrees ആൻഡ് ഡി ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ സി. സോ എ ഡി ഈസ് ഈക്വൽ ടു ഡി സി എന്നാണ് അതിൻ്റെ അർത്ഥം. ഫൈൻഡ് ടാൻ ഓഫ് ആംഗിൾ സി എ ബി. സി എ ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഡിവൈഡ് ബൈ ടാൻ ഓഫ് ആംഗിൾ സി ഡി ബി. സോ ഇതാണ്. അപ്പം നമുക്ക് ടാൻ ഓഫ് ആംഗിൾ സി എ ബി നോക്കാം. ടാൻ ഓഫ് ആംഗിൾ സി എ ബി എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ബി സി ബൈ അഡ്ജസൻ്റ് എന്ന് പറയുമ്പോൾ എ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ സി
ദ ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ സി ഡി ബി എന്ന് പറയുന്നത് ഇവിടെയാണ്. സി ഡി ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ബി സി ആണ്, ഇതിൻ്റെ അഡ്ജസൻറ്റ് ഡി സി ആണ്. സോ ബി സി ബൈ ഡി സി ഇതിനെ എഴുതുമ്പം ബി സി ബൈ എ സി എന്ന് പറയുന്നത് 2 ടൈംസ് ഡി മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് എ സി എന്ന് പറയുന്നത് 2 ടൈംസ് സി ഡി എന്ന് നമുക്ക് പറയാം. സോ 2 ടൈംസ് സി ഡി ഇൻറ്റു ഇവിടെ ബി സി ബൈ ഡി സി തിരിഞ്ഞു വരുമ്പം വീണ്ടും ഡി സി അതായത് സി ഡി തന്നെ ഡിവൈഡ് ബൈ ബി സി എന്നാവും. അപ്പോൾ ഇവിടെ ബി സിയും കട്ടായി, സി ഡിയും കട്ടായി. പിന്നെ ബാക്കി 1/2 മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1/2 ആണ് ആൻസർ. അടുത്ത പാർട്ടിൽ ടാൻ ഓഫ് ആംഗിൾ എ ബി സി എന്ന് പറയുമ്പം ഇത് മൊത്തമാണ്. ഇതിൻ്റെ ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് എ സി ബൈ ബി സി ആണ്. സോ എ സി ബൈ ബി സി ദ ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ ഡി ബി സി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം സി ഡി, അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ബി സി. സോ സി ഡി ബൈ ബി സി ഇതിനെ തിരിച്ചെഴുതുവാണെങ്കിൽ ഈ എ സിയും സി ഡിയും കണക്ട് ചെയ്യാൻ പറ്റുമോ? എ സിയും സി ഡിയും, എ സി എന്ന് പറയുന്നത് 2 ടൈംസ് സി ഡി ആണ്. സോ 2 ടൈംസ് സി ഡി ബൈ ബി സി ഇൻറ്റു ബി സി ബൈ സി ഡി. അഗൈൻ ഇവിടെയും സി ഡി കട്ടാവും, ബി സി കട്ടാവും, ബാക്കി 2 മാത്രമേ ഉള്ളൂ. 2 ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ റോംബസ് എ ബി സി ഡി ഡയഗണൽസ് എ സി ആൻഡ് ബി ഡി ഇൻ്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിൻ്റ് ഓ. സോ റോംബസ് വരച്ചിട്ടുണ്ട്, അതിനകത്ത് എ സിയും ബി ഡിയും ആണ് 2 ഡയഗണൽസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് ഓ. ഇഫ് കൊസൈൻ ഓഫ് ആംഗിൾ സി എ ബി, അതായത് ഇത് സി എ ബി, കൊസൈൻ ഓഫ് ആംഗിൾ സി എ ബി ഇസ് 0.6, കോസ് ആംഗിൾ സി എ ബി ആണ് 0.6, അതായത് നമ്മൾ അതിനെ 6/10 എന്ന് എടുക്കണം. സോ ലോവസ്റ്റ് ഫോമിൽ എഴുതുമ്പം 3/5 ആവും. അപ്പം ഈ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, ഇൻ എ റോംബസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന കാര്യം ഓർക്കണം. സോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇതാണ് അക്യൂട്ട് ആംഗിൾ. സോ കൊസൈൻ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ഇതാണ്, സോ ഹൈപ്പോട്ടന്യൂസ് 5x. അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റാണ്, ഇതാണ് അഡ്ജസൻറ്റ്, സോ ഇതാണ് 3x. ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് OB = 8 cm. ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ് ആൻഡ് ദ ഡയഗണൽസ് ഓഫ് ദ റോംബസ്. ഇത് നമുക്കറിയാമെങ്കിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ പൈതഗോറസ് തിയറം വെച്ചിട്ട് ബേസ് സ്ക്വയർ ഇതാണ്. സോ 9x² പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതായത് 64 8² ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അതായത് 25x². ഇതിൽ നമുക്ക് 25 - 9 16x² ഇസ് ഈക്വൽ ടു 64, x² ഇസ് ഈക്വൽ ടു 4 ആണ്. അതിൽ നിന്ന് x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. x 2 ആണെങ്കിൽ ഈ സൈഡ് 3 × 2 ആണ്, അതായത് 6 ആണ്. സോ ഈ സൈഡ് 6 ആണ്, ഈ സൈഡ് 5 × 2 അതായത് ഇവിടെ 10 ആണ്. സോ ഒരു സൈഡ് ഓഫ് എ റോംബസ് 10 ആണെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈഡ് ആൻഡ് ഡയഗണൽസ് ഓഫ് ദ റോംബസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സൈഡ് ഓഫ് ദ റോംബസ് എത്രയായിരിക്കും? സൈഡ് 10 ആണ്. സോ 10 cm. ഇവിടെ 10 സെൻറ്റിമീറ്ററിലാണ്, സോ ഇതും സെൻറ്റിമീറ്ററിലാണ്. സോ സൈഡ് 10 cm. ഇനി ഡയഗണലാണ്. ഡയഗണൽസ് ബൈസെക്ട് അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നാണ് നമ്മൾ റോംബസിനെ പറ്റി പറയുന്നത്. ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും സെയിം ആണ്, ഇതും സെയിം ആയിരിക്കും. സോ ഇത് 8 ആണെങ്കിൽ ഇതും 8 ആണ്. സോ BD is equal to 2 × 8 which is equal to 16 cm.
ഇത് 6 ആണെന്ന് പറഞ്ഞു. സോ എ സി ഈസ് ഈക്വൽ ടു 6 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ 3 നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി ഈസ് ഈക്വൽ ടു എ സി. ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാം അതിന് വേണ്ടി. എ ബി സി, ഇൻ ട്രയാങ്കിൾ എ ബി സി എ ബി ഈസ് ഈക്വൽ ടു എ സി 15 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇത് 15 ആണ്, ഇതും 15 ആണ്. ബി സി 18 സെൻറ്റിമീറ്റേഴ്സ്. ഫൈൻഡ് കോസ് ബി, സൈൻ സി, പിന്നെ ടാൻ സ്ക്വയർ ബി മൈനസ് 6 സ്ക്വയർ ബി പ്ലസ് 2. ഇത്തരം സംഭവങ്ങളൊക്കെ വേണം. ഇവിടെ നമുക്ക് 90 ഡിഗ്രിയുള്ള ഒരു ട്രയാങ്കിളേ ഇല്ല. സോ അതിനുവേണ്ടി നമ്മൾ 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കണം. സോ ഇതിപ്പോൾ ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ അത് എക്സാക്ട്ലി ഹാഫിലായിരിക്കും വന്ന് ടച്ച് ചെയ്യുന്നത്. സോ ഇത് 9ഉം ഇത് 9ഉം ആയിരിക്കും. ഇത് ഐസോസിലസ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കറക്റ്റ് ഹാഫിൽ വരുന്നത്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലും ഇങ്ങനെ തന്നെ വരും. അപ്പോൾ ഇവിടെ 9 9 ആണെന്ന് നമുക്കറിയാം ഇപ്പം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കോസ് ബി കണ്ടുപിടിക്കാം. കോസ് ബി എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ബൈ ഹൈപ്പട്ന്യൂസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/15. നേരെ ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/5. ഇനി സൈൻ സി. സൈൻ സി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ഇതാണ്. സോ ഇത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ്, ഇതിപ്പോൾ ഓൾട്ടിറ്റ്യൂഡാണ്. സോ ഇത് ഓൾട്ടിറ്റ്യൂഡാണ്. ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ, അതായത് 15 സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അതായത് 9 സ്ക്വയർ. സോ റൂട്ട് ഓഫ് 225 മൈനസ് 81, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 വിച്ച് ഈസ് ഈക്വൽ ടു 12. സോ ഇത് 12 ആണെന്ന് കിട്ടി. അപ്പോൾ സൈൻ സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ് ആണ്. സോ 12/15 ആണ്. സോ 4/5 ആണ് സൈൻ സിയുടെ ആൻസർ. ഇനി ടാൻ സ്ക്വയർ ബി മൈനസ് 6 സ്ക്വയർ ബി പ്ലസ് 2 വേണം. ടാൻ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് 12/9 സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ ഇവിടെ ഇട്ടു. മൈനസ് 6 സ്ക്വയർ ബി. 6 സ്ക്വയർ ബി എന്ന് പറയുമ്പം സീക്ക് ബി എന്ന് പറയുന്നത് 1/cos ബി ആണ്. സോ 5/3 ആണ് സീക്ക് ബി. അപ്പോൾ 5/3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2. ഇവിടെയും 12/9 എന്നുള്ളത് കട്ടായി പോവും. ഇത് 4/3 ആയി മാറും. സോ 4 സ്ക്വയർ ഈസ് 16/9 മൈനസ് 25/9 പ്ലസ് 2. LCM 9 എടുക്കുമ്പം 16 മൈനസ് 25 പ്ലസ് 18/9. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/9 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1 ആണ് നമ്മുടെ ആൻസർ.